ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗിന് ഇരുത്തി ഈ ഒരു ടാസ്ക്, ടിക്കറ്റ് ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് ആയിട്ടുള്ള കറക്കും തളിക ടാസ്ക്, ഈ ഒരു ടാസ്കില് ഒരു പോയിന്റ് നേടിയത് അനീഷാണ്. ഏകദേശം 33 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടാണ് അനീഷ് ഈ ഒരു ടാസ്ക് ചെയ്തത്. പസിൽ സോൾവ് ചെയ്തതാണെന്ന് തോന്നുന്നു പ്രധാനമായിട്ട് അത്രയും സമയം എടുത്തത്. പിന്നെ 32 മിനിറ്റും 10 സെക്കൻഡും സ്പെൻഡ് ചെയ്ത ആര്യൻ ഈ ഒരു ടാസ്കിൽ ലഭിച്ചത് 2 പോയിന്റുകളാണ്. ആര്യന് 2 പോയിന്റ്, ആദിലയ്ക്ക് 3 പോയിന്റ് ആണ്, 27 മിനിറ്റ് ആയിരുന്നു. അക്ബറിന് 4 പോയിന്റ്, 25 മിനിറ്റ്. സാബുമാൻ 5 പോയിന്റ് ആണ്, 22 മിനിറ്റും 48 സെക്കൻഡും. പിന്നെ അനുമോൾക്ക് 6 പോയിന്റ്, 22 മിനിറ്റ് ആണ് അനുമോള് എടുത്തത് ടാസ്ക് ചെയ്യാനായിട്ട്. പിന്നെ 20 മിനിറ്റും 51 സെക്കൻഡും. ഷാനവാസിന് 7 പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ നെവിന് 8 പോയിന്റ് ആണ്, 18 മിനിറ്റും 21 സെക്കൻഡും. നെവിനാണ് ഈ ഒരു ടാസ്കിൽ സെക്കൻഡ് വന്നിരിക്കുന്നത്. പിന്നെ നൂറയാണ് ഈ ഒരു ടാസ്ക് ജയിച്ചിരിക്കുന്നത് കേട്ടോ. 14 മിനിറ്റും 45 സെക്കൻഡും എടുത്തിട്ടാണ് നൂറ ഈ ഒരു ടാസ്ക് ചെയ്തത്. നൂറയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില്. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് അനുമോളോ അല്ലെങ്കിൽ നെവിനോ ഈ ഒരു ടാസ്ക് ജയിക്കുമെന്നാണ്. സാബുമാൻ ജയിക്കുമെന്ന് ഓർത്തിരുന്നു അവസാന റൗണ്ടും വരെ. അപ്പോൾ നൂറയാണ് ഈ ഒരു ടാസ്ക് ജയിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു ടാസ്കിലും കുഴപ്പമില്ലാത്ത പോയിന്റുകൾ നൂറയ്ക്ക് ലഭിച്ചു. ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ 9 പോയിന്റ് കൂടെ ചേർത്ത് ആര്യന്റെ പോയിന്റിനെ തോപ്പിക്കുന്ന അത്രയും പോയിന്റുകൾ നൂറയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നൂറയാണ് ഇപ്പൊ ലീഡിങ്ങിൽ നിൽക്കുന്നത്. ഇങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലെ ഓരോ ടാസ്ക് കഴിയും തോറും മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നലത്തെയും ഇന്നത്തെയും നൂറയുടെ പെർഫോമൻസ് അത്രയധികം ഗംഭീരമായതുകൊണ്ടാണ് നൂറ ഇപ്പോൾ ഈ ഒരു സ്കോർ ബോർഡിൽ ലീഡിങ് വന്നിരിക്കുന്നത്. സ്കോർ ബോർഡിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് വഴിയെ പറയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്